നിറഞ്ഞു നിൽക്കുകയാണ്. ചിലപ്പോൾ കാറ്റ് വന്ന് ഇലകൾ അടർത്തിക്കൊണ്ടിരുന്നു. മരങ്ങളിൽ നിന്ന് ഇലത്തുള്ളികൾ പെയ്യുന്നു. രാപ്പക്ഷികൾ മെല്ലെ ചിറകൊതുക്കി മെടഞ്ഞ പച്ചോലകൾ എടുത്ത് ശ്രീരാഗ് മാവിൻ ചൂട്ടിലെ നിർമ്മല നിലാവിൽ വിരിച്ചു. ശശലഭങ്ങളുടെയും അഴകോടെ ഉലയുന്ന ശിഖരങ്ങളുടെയും കീഴെ അയാൾ അവളെ കിടക്കയിലെത്തി. 2 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ അനിത ഉറക്കം പിടിച്ചു. അവളുടെ ദേഹത്തേക്ക് പുതപ്പ് വലിച്ചിട്ടതിനു ശേഷം ശ്രീരാഗിന് ദാഹം തോന്നി. അയാൾ മുറിക്ക് പുറത്ത് കിടന്ന് അടുക്കളയിലേക്ക് നടന്നു. അടുക്കള വാതിൽക്കലെത്തിയപ്പോൾ അയാൾ പെട്ടെന്ന് നിന്നു. അവിടെ മേശയുടെ അടുത്ത് കസേരയിൽ ലതികയിരിക്കുന്നു. ആ, ശ്രീകുട്ടനാണോ? വെള്ളത്തിനാ? അവൾ വിളിച്ചു ചോദിച്ചു. ആ, അതെ അതെ അമ്മേ. അയാൾ വാതിൽക്കൽ നിന്ന് അങ്ങോട്ട് വന്നു. ലതിക എഴുന്നേറ്റ് വെള്ളമെടുത്ത് ശ്രീരാഗിന് കൊടുത്തു. അമ്മ ടാബ്ലറ്റ് കഴിച്ച് ഉറങ്ങിയെന്ന് അനിത പറഞ്ഞിരുന്നു. ഇല്ല, ഇന്ന് കഴിച്ചില്ല. അപ്പോൾ അമ്മ ഉറങ്ങിയില്ലായിരുന്നു? ലതിക പുഞ്ചിരിച്ചു. എന്തുപറ്റി? ശ്രീകുട്ടൻ പരിഭ്രമം പോലെ. പരിഭ്രമം? എന്തു പരിഭ്രമം? അങ്ങനെയൊന്നുമില്ല അമ്മേ. വെള്ളം കുടിക്കേ, ഒത്തിരി വിയർത്തല്ലേ? അവർ ചിരിച്ചു. വെള്ളം കുടിക്കാൻ തുടങ്ങിയ ശ്രീരാഗ് അത് കേട്ട് പെട്ടെന്ന് വിക്കി. ലതിക പെട്ടെന്ന് അവൻ്റെ തലയിലടിച്ചു. വിക്കി പോകാൻ മാത്രം ഞാനത് പറഞ്ഞില്ലല്ലോ മോനെ. അവർ പിന്നെയും ചിരിച്ചു. അനിത ഉറങ്ങിയില്ലേ? ശ്രീരാഗ് വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ ലതിക ചോദിച്ചു. ഉറങ്ങി. പെട്ടെന്ന് ഉറങ്ങി കാണും. ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ? അയ്യോ, ഞാനത് പറഞ്ഞെന്ന് വെച്ച് ഇനിയും വിക്കിയേക്കല്ലേ? ശ്രീരാഗിന് എന്തോ ജാള്യത തോന്നി. അമ്മ ഉറങ്ങിയെന്നാണ് അനിത പറഞ്ഞത്. അമ്മ ഉറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുന്നേൽക്കില്ല എന്ന് അവൾ മുമ്പ് പറഞ്ഞതുകൊണ്ടാണ് മുറ്റത്തെ മാവിൻ ചുവട്ടിലെ നിലാവിൽ കൂടാമെന്ന് വെച്ചത്. അത് അമ്മ അറിഞ്ഞിരിക്കുന്നു. ശബ്ദം കേട്ടു കാണുകയുള്ളൂ. ഒന്നും കണ്ടിട്ടൊന്നും ഇല്ലായിരിക്കാം. അയാൾ സമാധാനിച്ചു. ഇരിക്കെ, കുറച്ചു കഴിഞ്ഞ് പോകാം. ലതിക ശ്രീരാഗിനോട് പറഞ്ഞു. അയാൾ ഒരു കസേരയിലിരുന്നു. ഒരു കാര്യം ചോദിക്കാനുണ്ട്. അയാൾക്ക് അഭിമുഖമായി ഇരുന്ന് അവർ പറഞ്ഞു. അയാൾ ആകാംക്ഷയോടെ അവരെ നോക്കി. കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ലിസ്റ്റിൽ ശ്രീകുട്ടൻ ഉണ്ടെന്ന് കേട്ടു. അവർ പറഞ്ഞു. ഉണ്ടമ്മേ. അയാൾ പറഞ്ഞു. ഞാനത് പറയാതിരുന്നത് നിങ്ങൾക്ക് വിഷമമാവുമല്ലോ എന്ന് വെച്ചാണ്. നടന്നില്ലേ? നടക്കാൻ എന്തോ സാധ്യതയില്ലാത്തേ? അതിനുള്ള ക്വാളിറ്റിയും എടുക്കുമൊക്കെ ശ്രീകുട്ടനില്ലേ? ക്വാളിറ്റിയും എടുക്കും മാത്രം പോരാമേ, അതാണ്. പിന്നെ എന്താ വേണ്ടേ? ശ്രീരാഗ് ഒരു നിമിഷം ലതികയെ നോക്കി. അവരുടെ മുഖത്തിപ്പോൾ ഒരു പ്രത്യേക തരം പുഞ്ചിരിയുണ്ട്. അതമ്മേ, മാത്യു സാറ് ഒരു പ്രത്യേക ടൈപ്പാണ്. അയാൾക്ക് ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. ശ്രീകുട്ടൻ എന്നോട് കാര്യം തെളിച്ചു പറ. പുഞ്ചിരി നിലനിർത്തിക്കൊണ്ട് ലതിക പറഞ്ഞു. എന്നാലല്ലേ എനിക്ക് മനസ്സിലാവൂ. ജോർജ് ആള് എൻ്റെ കൂടെ ലിസ്റ്റിലുള്ളത്. ചാൻസ് അയാൾക്കാ കൂടുതൽ. അയാൾ ഈ പൊസിഷൻ കിട്ടാൻ ഏതറ്റവും പോകും. എന്തും ചെയ്യും. എന്തും? അതെ. അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ലതിക ചോദിച്ചു. അതെ അതെ അമ്മേ. എന്തും? ലതിക ഒരു നിമിഷം മൗനത്തിലായി. എന്തുമെന്ന് വെച്ചാൽ അതിൽ അയാളുടെ ഭാര്യ ഡയാന അടക്കം എന്നല്ലേ? ശ്രീരാഗ് അത്ഭുതപ്പെട്ട് അവരെ നോക്കി. ശ്രീകുട്ടൻ എന്തിനാ അങ്ങനെ വിളിച്ചു നോക്കണേ? ഞാൻ ഈ ലോകത്ത് തന്നെയാ ശ്രീകുട്ട ജീവിക്കണേ. നിങ്ങളുടെ ബിസിനസ് ലോകത്തെ കെണിയെ പറ്റിയൊക്കെ എനിക്കും കുറച്ച് ധാരണയൊക്കെ ഉണ്ട്. ശ്രീരാഗ് പുഞ്ചിരിച്ചു. മാത്യു സാറ് പെൺവിഷയത്തിൽ ഭയങ്കര വീക്കാണല്ലേ? അപ്പോൾ ജോർജ് ഡയാനയെ അയാൾക്ക് വിട്ടുകൊടുത്ത് കാര്യം സാധിക്കും. അവർ പറഞ്ഞു. പിന്നെ എന്തോ ആലോചിച്ചു. ഈ പൊസിഷനിൽ വന്നാൽ എന്തൊക്കെയാ മിച്ചം ഫിനാൻഷ്യലി? ശ്രീരാഗ് ആ ചോദ്യത്തിന് മുമ്പിൽ ഒരു നിമിഷം നിശബ്ദനായി. അതിപ്പോൾ നാച്ചുറൽ സാലറി കൂടും എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ആനുവൽ സാലറി 44 1 crore 40 crore lakhs. ലതിക ചോദ്യരൂപത്തിൽ അയാളെ നോക്കി. VP ആകുമ്പോൾ അത് 180 above ആകും. മാത്രമല്ല കമ്പനി ആക്ട് അക്കോർഡിങ്ങിൽ പിന്നെ കമ്പനിയുടെ ഇൻഡിവിജ്വൽ ബൈലോ വെച്ചും ലാഭത്തിൻ്റെ ഒരു ശതമാനം VPക്ക് കിട്ടും. ഇപ്പോൾ എത്രയാ കമ്പനിയുടെ വാർഷിക ലാഭം? ഏകദേശം 5000 കോടിക്ക് മേൽ. ലതികയുടെ കണ്ണുകൾ വിടർന്നു. ഇത്രയും ലാഭത്തിലുള്ള കമ്പനികൾ കേരളത്തിലുണ്ടോ? പിന്നില്ലേ? അവർ അല്പസമയം കൂടി മൗനത്തിലായിരുന്നു. വൈസ് പ്രസിഡന്റിന് VPക്ക് ബൈലോ പ്രകാരം എത്ര %? 1/2%. അവരുടെ കണ്ണുകൾ വിടർന്നു. അപ്പോൾ 25 കോടി ആനുവലായി കിട്ടുമെന്നോ? അതെ. അപ്പോൾ ജോർജ് എന്തായാലും ഡയാനയെ അയാൾക്ക് വിട്ടുകൊടുത്ത് ഈ പൊസിഷൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അവരുടെ മുഖം നിരാശ കൊണ്ട് മൂടി. അവർ കൈവിരലുകൾ അമർത്തുകയും തിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അയാൾക്ക് അനിതയെ പോലെ കൊച്ചുപെണ്ണുങ്ങളെ മാത്രമേ പറ്റത്തുള്ളൂ ശ്രീകുട്ട? ലതികയിൽ നിന്ന് കേട്ട ചോദ്യം അയാളെ ഒന്ന് അമ്പരിച്ചു. എന്താ അമ്മേ? അല്ല, അയാൾക്ക് കൊച്ചു പെമ്പിളേരെ തന്നെ വേണം നിർബന്ധമാണോ എന്ന്. അപ്പോൾ അവരുടെ മുഖത്ത് കണ്ട ഭാവം ശ്രീരാഗിനെ ഞെട്ടിച്ചു. 50 കടന്ന ആ സ്ത്രീ അനിതയുടെ അമ്മയുടെ മുഖത്ത് ചോരയ്ക്ക് തീപിടിപ്പിക്കുന്ന ഭാവം. ഒരു നിമിഷം കൊണ്ട് അയാളുടെ സകല കാഴ്ചപ്പാടുകളും തകിടം മറിഞ്ഞു. അയാളുടെ കണ്ണിൽ ലതികയുടെ രൂപവും ഭാവവും കാഴ്ചപ്പാടുകളും അടിമുടി മാറി. സത്യത്തിൽ കൊളുത്തുതടിച്ച ഒരൊറ്റ പെണ്ണാണ് ലതിക എന്നുള്ളത് അയാൾ അപ്പോൾ അവിടെ തിരിച്ചറിയുകയായിരുന്നു. ഭേദപ്പെട്ട ഉയരവും അതിനകത്ത് വണ്ണവുമുള്ള ദേഹം, അല്പം വയറുണ്ട്. അവൻ അവരെ കണ്ണുമാക്കാതെ നോക്കി. അവൻ ഉമിനീരിറക്കി. അമ്മ എന്നാ ഉദ്ദേശിക്കുന്നേ? അല്ല, ഇത്രയും സാലറിയും ഇൻക്രിമെൻറ്റും ഒക്കെ കിട്ടുമെങ്കിൽ ഒരു നൈറ്റ് എങ്ങനായാലും ഡയാനയെ കൊടുത്ത അയാൾ ചോദിച്ച കാര്യം സാധിക്കുമല്ലോ. ഒരു നൈറ്റ് ഒന്ന് പോരാമേ? ഉമിനീരിറക്കി അയാൾ പറഞ്ഞു. അയാളുടെ ഹൃദയം ഇടിക്കുന്നുണ്ടായിരുന്നു. ആദ്യമായാണ് ഭാര്യയുടെ അമ്മയോട് ഇത്തരം കാര്യങ്ങൾ അയാൾ തുറന്ന് സംസാരിക്കുന്നത്. ഒന്ന് പോരെ? പിന്നെ ആകാംക്ഷയല്ല, മറിച്ച് പുഞ്ചിരിയാണ് ആ ചോദ്യം ചോദിക്കുമ്പോൾ ലതികയുടെ മുഖത്തുണ്ടായിരുന്നത്. അയാൾക്ക് മടുക്കുന്നത് വേണ്ടിവരും. എന്താ? അല്ല, സ്വന്തം മോൾക്കും അവളുടെ ഭർത്താവിനും ഗുണം വരുന്ന ഒരു കാര്യമായതുകൊണ്ട്. അല്ല, ഒന്ന് ചോദിക്കട്ടെ? അത് പറഞ്ഞ ലതിക അയാളെ നോക്കി. അയാൾ മോളിൽ. അവരുടെ മുഖഭാവവും ഭാവവ്യത്യാസങ്ങളും അവൻ ശ്രദ്ധിച്ചു. ഞാൻ മതിയാകുമ്പോൾ ശ്രീകുട്ട? അയാൾക്ക് അവർ പെട്ടെന്ന് ചോദിച്ചു.
അനിത ശരിയാ അത് കേട്ട് ശ്രീകുട്ടൻ ഞെട്ടി. അമ്മേ പറ ശ്രീകുട്ട, അയാൾക്ക് അമ്മയെ അതിനെന്താ തീർച്ചയായും ഇഷ്ടപ്പെടും. എന്നാൽ അയാൾ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കും പെട്ടെന്ന്. അല്ല അതില്ല, ഇത് എന്നൊന്നും പറയണ്ട, നമുക്ക് BP പോസ്റ്റ് എങ്ങനെയും വാങ്ങണം. അമ്മയ്ക്ക് വിഷമമൊന്നുമില്ലേ അങ്ങനെ ചോദിച്ചാൽ? അത് പറഞ്ഞ് അവർ തലമുടിയിൽ കൈക്കൊണ്ടു അവിടെ ഒന്ന് ഇളക്കി. ഇന്നാള് നമ്മൾ പാർട്ടിക്ക് പോയപ്പോൾ അയാൾ എന്നോട് ഓരോന്ന് ഡബിൾ മീനിങ്ങിൽ എന്തൊക്കെയോ ചോദിച്ചു അറിയാത്ത പോലെ. അങ്ങനെ തൻ്റെ അമ്മായിമ്മ അതിന് തയ്യാറാവുന്നത് കണ്ടപ്പോൾ അവനും ഒത്തിരി സന്തോഷമായി. അങ്ങനെ ഒരു ദിവസം തൻ്റെ ബോസിനെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ അവൻ തീരുമാനിച്ചു. അമ്മായിമ്മ ചോദിച്ചു, മോനെ ബോസിനെ എന്നെ ഇഷ്ടപ്പെടില്ലേ? ഞാൻ ഓക്കെ ആയിരിക്കും, ഞാൻ ചെയ്തൊക്കെ ബോസിന് ഇഷ്ടപ്പെടില്ലേ മോനെ? മോൻ്റെ പ്രൊമോഷനൊക്കെ ഓക്കെ ആവില്ലേ? അമ്മയോ അമേരിക്കൻ പ്രസിഡന്റിന് വരെ ഓക്കെ ആവും, പിന്നല്ലേ ഒരു ബോസ്? ഒന്ന് പോടാ മോനെ, കളിയാക്കാതെ. എല്ലാം സത്യമായിട്ടും ബോസിന് ഇഷ്ടപ്പെടും, അതുകൊണ്ടല്ലേ. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ബോസ് വീട്ടിലെത്തി. അതിനു മുമ്പ് അയാൾ ജോർജിൻ്റെ വീട്ടിൽ പോയി ഡയാനയൊക്കെ കണ്ടിട്ടായിരുന്നു വന്നത്. അതിൻ്റെ ഒരു ഹാങ് ഓവർ അയാൾക്കുണ്ടായിരുന്നു. ശേഷം അയാൾ വീട്ടിലെത്തി. അമ്മയമ്മയാണ് അയാളെ സ്വീകരിച്ചത്. അന്ന് അനിത വീട്ടിലുണ്ടായിരുന്നില്ല. അമ്മായിമ്മയ്ക്ക് പ്രായം കുറച്ചെന്തെങ്കിലും കണ്ടാൽ അത് ഒട്ടും പറയില്ല. അവൻ്റെ അമ്മായിമ്മ ബോസിനെ സ്വീകരിച്ചിരുത്തി. അയാൾക്ക് വേണ്ടതെല്ലാം അമ്മായിമ്മ ഒരുക്കി കൊടുത്തു. ശേഷം ബോസ് അവിടെ നിന്ന് പോകാൻ നേരം അവനോട് പറഞ്ഞ വാക്കുകൾ കേട്ട് അവൻ ഞെട്ടിപ്പോയി. ബോസിനെ അത്രയധികം ഇഷ്ടപ്പെടുമെന്ന് ബോസ് ഒരിക്കലും കരുതിയിരുന്നില്ല. എങ്ങനെ ഒരാളെ ജീവിതത്തിൽ ആദ്യമായി കാണുന്നതെന്നും ഇത്രയും നല്ല രുചികൾ കഴിക്കുന്നതെന്നും ബോസ് വെളിപ്പെടുത്തി. ജോർജിൻ്റെ വീട്ടിൽ ഇത് പോയിട്ട് ഇതിൻ്റെ 7 ഇരട്ടി കൂടി പോവില്ല അവളുടെ ജോർജിൻ്റെ ഭാര്യയുടെ കൈപുണ്യം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കൈപുണ്യം കിട്ടണമെങ്കിൽ നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. നിനക്കുള്ള പ്രൊമോഷൻ നീ ഓർപ്പിച്ച മോനെ. അങ്ങനെ അമ്മായിയുടെ കഴിവിനാൽ അവന് തൻ്റെ പ്രൊമോഷൻ ലഭിച്ചു. അതുകൊണ്ട് അമ്മായിമ്മ ആഗ്രഹിച്ച പോലെയൊക്കെ അവൻ അവൻ്റെ അമ്മായിമ്മയെ ട്രീറ്റ് ചെയ്തു. ജീവിതത്തിൽ സുഖം എന്താണെന്നും സന്തോഷം എന്താണെന്നും പിന്നീട് അങ്ങോട്ട് അവർ അറിയുകയായിരുന്നു. ഒപ്പം അനിതയും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകില്ലല്ലോ. അപ്പോൾ ഇതിൽ നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ബൈ ബൈ ഫ്രണ്ട്സ്.